ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഓർഡർ ടൈപ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ഓർഡർ ടൈപ്സിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഒന്നാമത്തേത് ലിമിറ്റ് ഓർഡർ ആണ്. നമ്മുടെ പേര് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എവിടെ വാങ്ങണം, എവിടെ വിൽക്കണം എന്ന് നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ ക്രിപ്റ്റോൻ്റെ പ്രൈസ് 10 രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 9 രൂപയാകുമ്പോൾ മാത്രം വാങ്ങിയാൽ മതി എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്തിട്ട് അവിടെ 9 രൂപ എന്ന് പ്രൈസ് ഇടുക. എന്നിട്ട് ഈ ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പം എപ്പോഴാണോ ഈ ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ക്രിപ്റ്റോൻ്റെ പ്രൈസ് 9 രൂപയാവുന്നത് ആ സമയത്ത് മാത്രമേ ഇത് എക്സിക്യൂട്ട് ആവുന്നുള്ളൂ. അതുപോലെ തന്നെ വിൽക്കേണ്ട കേസിൽ ഏത് സമയത്താണോ ഏത് പ്രൈസിലാണോ നിങ്ങൾക്ക് വിൽക്കേണ്ടത്, ഇപ്പം 10 രൂപയുള്ള സാധനം 11 രൂപയ്ക്കാണ് നിങ്ങൾക്ക് വിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ 11 രൂപ സെറ്റ് ചെയ്തിട്ട് സെല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ എത്തുമ്പോൾ മാത്രമേ ആ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നുള്ളൂ. ഇതാണ് ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് മാർക്കറ്റ് ഓർഡർ ആണ്. അതിങ്ങനെ ലിമിറ്റ് ഇല്ല, ഏത് സമയം നിങ്ങൾ പ്ലേസ് ചെയ്ത് ആ സെക്കൻഡിൽ തന്നെ അത് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. കാരണം നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ മാർക്കറ്റ് ഓർഡറിൻ്റെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ ഏത് പ്രൈസിലാണോ വിൽക്കുന്നത്, ഏത് പ്രൈസിലാണോ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നത് ആ പ്രൈസിൽ തന്നെ അത് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർഡേഴ്സ്. പക്ഷേ ലിമിറ്റ് ഓർഡറിൽ വേറെ 2 ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉണ്ട്. ഒന്ന് സ്റ്റോപ്പ് ലോസ് എന്നും ഒന്ന് ടാർഗറ്റ് എന്നും പറയും. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ നഷ്ടം കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ 9 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങി 8 രൂപ 7 രൂപ 6 രൂപയാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 9 രൂപയ്ക്ക് വാങ്ങിയ സ്റ്റോക്ക് ഒരു 8 രൂപ വരെ നിങ്ങൾക്ക് നഷ്ടം സഹിച്ചാൽ മതി. 8 രൂപയ്ക്ക് താഴെ പോകുകയാണെങ്കിൽ എനിക്ക് ഓർഡർ വേണ്ട, ഈ ഓർഡറിൽ നിന്ന് എനിക്ക് പുറത്തോട്ട് വരണം എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് പ്രൈസ് നിങ്ങൾ 8 സെറ്റ് ചെയ്യണം. അപ്പം 9 രൂപയ്ക്ക് ഓർഡർ പ്രൈസ് ആയി 8 രൂപ പ്രൈസിൽ എത്തിയപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി. അതായത് നിങ്ങൾക്ക് നഷ്ടം അവിടെ 1 രൂപയിൽ നിന്ന് കുറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾ താഴത്തേക്ക് വീണ്ടും നഷ്ടം വന്നേനെ. ഇതുപോലെ തന്നെ ടാർഗറ്റ്, നിങ്ങളിപ്പം 9 രൂപയ്ക്ക് വാങ്ങിയ സ്റ്റോക്ക് 13 രൂപ വരെ എത്തിക്കുകയും നിങ്ങൾക്ക് ഈ ഓർഡർ പ്ലേസ് ആവണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 13 രൂപ ടാർഗറ്റ് പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് ഈ 50 രൂപയ്ക്ക് വാങ്ങിയ പ്രൈസ് 13 രൂപയാവണേ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോഫിറ്റും ഈ ലോസും ലിമിറ്റ് ചെയ്യാൻ പറ്റും.